കണ്ണ് നാവൂറ് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് വയ്യായ പിടിച്ചോ എന്നാണ് ഇപ്പൊ കുറെ പേരുടെ ചോദ്യം. അങ്ങനെയൊന്നും അല്ല. നമ്മള് ക്ലൈമറ്റ് മാറി, അതുപോലെ സ്ഥലം മാറി, ഫുഡൊക്കെ മാറി, യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പറ്റിയ ഒരു പറ്റാണ്. ഒരു ചെറിയ കഫക്കെട്ട്, പനി, സൗണ്ട് മാറലൊക്കെ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഇങ്ങനെ തോന്നുക, ഉള്ളിലൊരു ചെറിയ പനി ഉണ്ടാവുമ്പോഴേ. ഇവിടെ ഉമ്മർത്തെ ഇഷ്ടം പോലെ കോക്കയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, കുക്കിംഗ് സൂപ്പർ സ്റ്റാർ ആണ്, നമ്മുടെ വണ്ടൂർ കിച്ചൺ. അപ്പൊ അവള് കോക്ക വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയല്ല, നല്ല സ്വാദുള്ള ഒരു മസാല ഉണ്ടാക്കിയായിരുന്നു കോക്ക വറുത്തിട്ട്. അപ്പൊ തുടങ്ങി അത് തിന്നാൻ പൂതി. അതോ ഈ പനിക്കുമ്പോ തന്നെ പൂതിപ്പെട്ടപ്പോഴോ, അതാണ് കഷ്ടം. അപ്പൊ എന്തായാലും ഞാൻ അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി, ഓളുണ്ടാക്കിയ പോലെ ഒന്നും ആയില്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ ആയി. ചോറാണെങ്കിൽ വെന്തിട്ടില്ല, ഒന്നുകൂടെ തിളക്കണം. അപ്പോഴാണ് ഞാൻ ഓർത്ത് തലനാള് നെയ്തുവെപ്പായിരുന്നു, അതിന്റെ നെയ്ത് ചോറുണ്ട്. അത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പോടെ അങ്ങ് പുറത്തേക്ക് എടുത്ത് അതിക്ക് കട്ട തൈര് ഒഴിച്ച്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ കോക്ക മെഴുക്ക് വരട്ടിയല്ല, കോക്ക മസാലക്കറി അത് ഒഴിച്ചിട്ട് നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. എന്തൊരു സ്വാദാണ് അറിയോ. ഈ നെയ്തിച്ചോറിൽ കട്ട തൈരും ഇതുപോലെയൊക്കെ എന്തെങ്കിലും കൂട്ടി കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ചോറുണ്ടേക്കാളും സ്വാദാണ്. നമുക്ക് നല്ല ആരോഗ്യമൊക്കെ ഒന്ന് വെച്ച മാതിരി ഉണ്ടാവും. അപ്പൊ ഇന്ന് അതൊക്കെ കൂട്ടിയാണ് കഴിച്ചേന്ന് പറയാം. അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ടാറ്റ, ബൈ ബൈ.